സൂപ്പർ പായസം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഓണം സദ്യ വിഭവങ്ങളിലെ കടലപ്രഥമൻ നല്ല സദ്യ മോഡലിൽ സ്വാദിഷ്ടമായി എങ്ങനെ ഉണ്ടാക്കാവുന്ന ഒരു ലളിതമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കടലപ്പരിപ്പ് ആണ് എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ നല്ലതുപോലെ കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ കടലപ്പരിപ്പിനെ ആ ഒരു കുക്കറിലോട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് മുങ്ങി നിൽക്കുന്ന തരത്തിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കാര്യം കടല നല്ലതുപോലെ കുതിർന്ന കടലയായതുകൊണ്ട് അത്ര വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ആ കുക്കർ മൂടി വെച്ച് ഒരു 3-4 വിസിൽ കേൾക്കുമ്പോൾ കടലപ്പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കടലപ്പരിപ്പ് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഇനി ഈ കടലപ്പരിപ്പിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അത് നമുക്കൊരു തവിയോ മറ്റെന്തെങ്കിലും കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു അടികട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് 2-3 സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഈ കടലപ്പരിപ്പിൻ്റെ കൂട്ട് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആ പച്ചമണം മാറിക്കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ശർക്കര പാനി ഒഴിക്കാവൂ. ശർക്കര പാനി ഒരു 500 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനുമ്പോൾ 850 ഗ്രാം ഓളം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരുന്നു. ആ 850 ഗ്രാം ശർക്കര പാനിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിന് ആവശ്യം ചവ്വരിയാണ്. ചവ്വരി നമ്മൾ സെപ്പറേറ്റ് ആദ്യം തന്നെ വേറെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 75 ഗ്രാമോളം ചവ്വരി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ചവ്വരി നല്ലതുപോലെ വേവിച്ചതാണ്. ആ ചവ്വരിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ഇപ്പോഴേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കടലപ്പരിപ്പിലേക്കൊക്കെ ഈ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ വറ്റി വരണം. ഈ ശർക്കര പാനിയും ഈ കടലപ്പരിപ്പിൽ കിടന്ന് നല്ലതുപോലെ മൂത്ത് റെഡിയാവണം. അതിപ്പോൾ നല്ല തിക്കാവണം, നല്ല കട്ടി പോലെ ആവണം. നമ്മൾ കണ്ടില്ലേ, ഈ ഒരു പരുവം എങ്കിലും ആയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പാല് ചേർക്കാവൂ. പാല് നമ്മൾ ആദ്യം ചേർക്കേണ്ട തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാലാണ്. 2 തേങ്ങയുടെ പാലാണ് നമ്മൾ മിക്സിയിൽ അരച്ച് കുറച്ച് വെള്ളവും ചേർത്താണ് എടുത്തിരിക്കുന്നത്. ഇത്രത്തോളം പാല് മതിയാവും. ഈ പാലും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാലും ചേർക്കുന്നവരുണ്ട്, പാൽപ്പൊടിയാണ് കൂടുതൽ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി 3 ടേബിൾ സ്പൂണാണ്. അത് വെള്ളത്തിൽ അലിയിച്ച് കട്ടിയായിട്ടാണ്, ഒരുപാട് ലൂസായിട്ടല്ല. അതുകൂടെ നമ്മൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് ഇതിലേക്ക് ഇനി 1 സ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/2 സ്പൂൺ ചുക്കുപൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിൽ ആവശ്യമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റായിരിക്കും. നമുക്ക് ഒരു 3-4 സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പായസത്തിലേക്ക് അവസാനം ചേർക്കുന്ന നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് നമുക്ക് വളരെ സ്വാദിഷ്ടമായ, അതായത് സദ്യയിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കടലപ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ തന്നെ ഒരു കടലപ്രഥമൻ വയ്ക്കണം. പലരും കടലപ്രഥമൻ വെച്ചിട്ട് സക്സസ് ആവാതിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ഈസി ടിപ്സാണ്. ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവർക്കും നമ്മുടെ കലവറയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.